ഇന്ന് മാർച്ച് 11 ചൊവ്വാഴ്ച ദിവസം ഞാൻ ഇന്നലെ മാർച്ച് 10 തിങ്കളാഴ്ച എൻ്റെ ചാനലിൽ ഞാൻ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് ഒരു സെറ്റപ്പിനെ പറ്റി ഞാനൊരു വീഡിയോ ചെയ്തിരുന്നു. തിങ്കളാഴ്ച ഇന്നലെ ഇന്ന് എക്സാക്ട്ലി ഇന്ന് ചൊവ്വാഴ്ച ദിവസം മോർണിംഗിൽ വീണ്ടും ആ ഒരു സെയിം സെറ്റപ്പ് വെച്ച് നമുക്കൊരു എൻട്രിയുടെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. അപ്പോൾ അതിനെപ്പറ്റി ജസ്റ്റ് ഒന്ന് ഡിസ്കസ് ചെയ്യാണ്. അപ്പം എൻ്റെ ആ ഓപ്പണിംഗ് ബ്രേക്കൗട്ട്, അതായത് ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയുടെ വീഡിയോ കണ്ടിട്ടില്ലാത്ത ആൾക്കാരുണ്ടെങ്കിൽ ദയവായിട്ട് ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഈ വീഡിയോ കാണുമ്പോഴത്തേനും നിങ്ങൾക്ക് കുറച്ചും കൂടെ, കാരണം ആ ഒരു സ്ട്രാറ്റജി വീഡിയോയ്ക്ക് അത് ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ റൂൾസും എല്ലാം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ഞാൻ ആ ഒരു വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ആ വീഡിയോ കാണാത്ത ആൾക്കാർ ദയവായിട്ട് ഈ വീഡിയോ കാണുന്നതിന് മുന്നേ ആ വീഡിയോയ്ക്കകത്ത് പോയിട്ട് ആ വീഡിയോ കണ്ട് അതിൻ്റെ ആ ഒരു കറക്റ്റ് റൂൾസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഹെൽപ്ഫുൾ ആയിരിക്കും. അപ്പം ആ വീഡിയോ കണ്ട ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഇന്നത്തെ ഈ ഒരു ഓപ്പണിങ്ങിൽ സംഭവിച്ചിരിക്കുന്ന ഈ ഒരു ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് സ്ട്രാറ്റജി നമുക്ക് എങ്ങനെ ഓപ്പണിങ്ങിൽ അപ്ലൈ ചെയ്യാൻ പറ്റുമായിരുന്നു എന്നാണ് നമ്മളിപ്പം ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പം ഇന്ന് നിങ്ങൾക്കറിയാം മാർക്കറ്റ് നിഫ്റ്റി എന്നൊരു ഗ്യാപ്പ് ഡൗൺ ആയിട്ടാണ് ഓപ്പൺ ചെയ്തത്. ആ ഗ്യാപ്പ് ഡൗൺ ആയിട്ട് ഓപ്പൺ ചെയ്തത് എക്സാക്ട്ലി എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാർച്ച് 6 തേഴ്സ്ഡേയിൽ ഒരു നല്ലൊരു സ്ട്രോങ് സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്ത ലെവലിലാണ് എക്സാക്ട്ലി അവിടെയാണ് ഓപ്പൺ ചെയ്തത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും. അതായത് ആ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോവർ വിക്ക് ആ ഒരു ലോയിൽ, അതായത് മാർച്ച് 6 തേഴ്സ്ഡേയിലെ ആ സ്ട്രോങ് സപ്പോർട്ടിൽ നല്ലൊരു റിജക്ഷൻ തന്നു. അതിനുശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റും, അതായത് ഇവിടെ 5 മിനിറ്റ് ക്യാൻഡിലാണ് നിങ്ങളിവിടെ കാണുന്നത്. പക്ഷെ നിങ്ങൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റത്തില്ല. അപ്പം ഞാൻ റൂൾസിനകത്ത് ഞാൻ പ്രത്യേകം പറയുന്നുണ്ടായിരുന്നു, അതായത് ക്ലിയർ ആയിട്ട് 1 മിനിറ്റ് ചാർട്ടിൽ നമുക്കൊരു ഇൻസൈഡ് ബാർ ആണെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് പറയാൻ പറ്റത്തില്ല ഒരു ഇൻസൈഡ് ബാർ ആണെന്നുള്ളത്. പക്ഷേ എന്നാലും 1 മിനിറ്റിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ആ 1 മിനിറ്റിന്റെ ലോ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷേ നിങ്ങൾ 5 മിനിറ്റിലോട്ട് നിങ്ങൾ കൺവേർട്ട് ചെയ്തിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കൃത്യമായിട്ടും 5 മിനിറ്റ് ചാർട്ടിൽ മാർച്ച് 6 ആ വ്യാഴാഴ്ച ദിവസത്തെ ആ സ്ട്രോങ് സപ്പോർട്ടിലാണ് ഗ്യാപ്പ് ഡൗൺ ആയിട്ട് നിഫ്റ്റി എന്ന് ഓപ്പൺ ചെയ്തിരിക്കുന്നത്. അപ്പോൾ 5 മിനിറ്റിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും വളരെ വ്യക്തമായിട്ട്, അതായത് 5 മിനിറ്റിൽ ഒരു ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്തു. ഇനി നമുക്കൊരു എൻട്രി എവിടെ എടുക്കണമെന്നുള്ളതാണ്. അപ്പം നമ്മളെ സംബന്ധിച്ച് നമ്മൾ ഇൻസൈഡ് ബാർ ബ്രേക്കൗട്ട് സ്ട്രാറ്റജിയിൽ ഒന്നെങ്കിൽ ഹൈ ബ്രേക്കൗട്ട് ചെയ്യണം, അല്ലെങ്കിൽ ലോ ബ്രേക്കൗട്ട് ചെയ്യണം. അപ്പം ഇവിടെ നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് ക്യാൻഡിൽ, അപ്പോൾ 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് ഇൻസൈഡ് ബാർ കിട്ടുന്നില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് പിന്നെ 5 മിനിറ്റിലാണ് വെയിറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ 5 മിനിറ്റ് ആയി കഴിയുമ്പോഴത്തേനും ആദ്യത്തെ ക്യാൻഡിൽ ഫോം ചെയ്തു. അതിനുശേഷം നമ്മൾ വീണ്ടും അടുത്ത ക്യാൻഡലുകൾ ഫോം ചെയ്യാനായിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ ജസ്റ്റ് ആ ഒരു ക്യാൻഡലിന്റെ, അതായത് ആ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോയും ഹൈയും മാർക്ക് ചെയ്യുക. അതിനുശേഷം നിങ്ങൾ ആ ഒരു ചാർട്ട് നിങ്ങൾ 1 മിനിറ്റിലോട്ട് മാറ്റുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ഐഡിയ കിട്ടും. കാരണം വെച്ചാൽ 1 മിനിറ്റ് ഇപ്പോൾ നമ്മൾ 5 മിനിറ്റിൽ നമ്മൾ നോക്കുമ്പോഴത്തേന് കറക്റ്റ് എൻട്രി എവിടെ എടുക്കണമെന്നുള്ള നമുക്കൊരു കൺഫ്യൂഷൻ വരും. അപ്പം നമ്മളെ കറക്റ്റ് സപ്പോർട്ട് നമ്മൾ എടുത്തില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ഒരു പോക്കറ്റ് സ്റ്റോപ്പ് ലോസ് നമുക്ക് കിട്ടത്തില്ല. അപ്പം അതുകൊണ്ട് നിങ്ങൾ 1 മിനിറ്റിൽ ഓപ്പൺ ഇൻസൈഡ് ബാർ കിട്ടിയില്ലെങ്കിൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് 5 മിനിറ്റിൽ ഓപ്പണിംഗ് ഇൻസൈഡ് ബാർ ക്യാൻഡിൽ ഫോം ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾ നോക്കുക. അപ്പം 5 മിനിറ്റ് ക്യാൻഡിൽ ഫോം ചെയ്തു. അപ്പം ഇൻസൈഡ് ബാർ ആകണമെങ്കിൽ നിങ്ങൾക്ക് 5 മിനിറ്റ് കഴിയുമ്പോഴത്തേനും വീണ്ടും അതിനകത്ത് ഒരു ക്യാൻഡിൽ ഫോം ചെയ്യണം. അപ്പം ഓപ്പണിംഗ് 5 മിനിറ്റ് ക്യാൻഡിൽ കഴിയുമ്പോഴത്തേനും നിങ്ങൾ ആ ഒരു 1 മിനിറ്റിലോട്ട് ഒന്ന് കൺവേർട്ട് ചെയ്ത് നോക്കുക. നമുക്ക് നോക്കാം. 1 മിനിറ്റിലോട്ട് കൺവേർട്ട് ചെയ്യുമ്പോഴത്തേനും നമുക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യം വെച്ച് കഴിഞ്ഞാൽ, അതായത് ആ ഒരു ഓപ്പൺ 5 മിനിറ്റിന്റെ ലോയും ഹൈയും ആ സമയത്ത് ബ്രേക്ക് ചെയ്തിട്ടില്ല. അതിന് ശേഷം, അതായത് 5 മിനിറ്റ് ക്യാൻഡിന് ശേഷം ഫോം ചെയ്യുന്ന ക്യാൻഡിലുകൾ ആ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈയും ലോയും ബ്രേക്ക്ഔട്ട് ചെയ്തിട്ടില്ല. അപ്പൊ നമുക്ക് വീണ്ടും ഒരു 9:32 വീണ്ടും ആ ലോയ്ക്ക് അടുത്തായിട്ട് നമുക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇൻ കേസ് നിങ്ങൾക്ക് വീണ്ടും ഈ ഒരു ക്യാൻഡിൽ ഇവിടെ നിന്ന് ഇങ്ങനെ രണ്ട് റെഡ് ക്യാൻഡിൽ ഇവിടെ താഴെ വന്നപ്പോഴത്തേനും നിങ്ങൾക്ക് ഒന്നെങ്കിൽ നമ്മളിവിടെ ഒരു ബ്ലൈൻഡ് ആയിട്ട് നമ്മൾ ഈ ഒരു ലോ, അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ലോ SL ആക്കി വെച്ചുകൊണ്ട് നമ്മൾ, അതായത് ഇതിന്റെ താഴെ ഒരു 5 പോയിന്റ് നമ്മൾ SL ആക്കി വെച്ചുകൊണ്ട് നമ്മൾ ഒന്നെങ്കിൽ നമ്മൾ ഇവിടെ എൻട്രി എടുക്കണം. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ എൻട്രി എടുക്കാൻ പറ്റിയില്ലെങ്കിൽ പിന്നെ നമ്മൾ അടുത്ത ഓപ്പർച്യൂണിറ്റിക്ക് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡിൽ ഹൈ ബ്രേക്ക്ഔട്ട് ചെയ്തിട്ട് റീടെസ്റ്റ് ലെവലാണ്. നമ്മൾ പ്രീമിയം ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, അതായത് ഇതാണ് 22,400 സിയുടെ പ്രീമിയം ചാർട്ട്. അപ്പം ഇത് 1 മിനിറ്റിലാണ് ഞാനിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇപ്പം 1 മിനിറ്റിൽ നിങ്ങൾ ഈ പറഞ്ഞ 9:32 എന്ന് പറയുമ്പോഴത്തേനും ഈ ലെവലാണ്. അപ്പം 9:32 ആ ഒരു 5 മിനിറ്റ് ക്യാൻഡിന്റെ ലോയ്ക്ക് അടുത്ത് വെച്ചിട്ട് നിങ്ങൾ എൻട്രി എടുത്തെങ്കിൽ പോലും 80 രൂപയാണ് ഈ ലെവൽ. 80 രൂപ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മൾ ഒരു 5 രൂപ ഇട്ടാൽ പോലും
ഇവിടുന്ന് എടുക്കുമ്പോഴത്തേനും അതായത് 81, പിന്നെ 10 രൂപ കുറച്ച് കഴിയുമ്പോഴത്തേനും 70. അപ്പം നമ്മുടെ സ്റ്റോപ്പ് ലോസ് 10 രൂപയ്ക്ക് മേളിൽ പോകും. അപ്പം ഇൻ കേസ് നിങ്ങൾക്ക് അത്രയും വലിയ സ്റ്റോപ്പ് ലോസ് അഫോർഡ് ചെയ്യാൻ പറ്റത്തില്ലെന്നുണ്ടെങ്കിൽ പിന്നീട് അടുത്ത് വെയിറ്റ് ചെയ്യണം. നിങ്ങൾ ഒരു ചെറിയ ലോയ്ക്ക് വേണ്ടി, അതായത് വീണ്ടും ഒരു ചെറിയൊരു സപ്പോർട്ട് ക്രിയേറ്റ് ചെയ്യുന്ന ലെവലിൽ കിട്ടുന്ന നിങ്ങൾ വെയിറ്റ് ചെയ്യണം. അപ്പോൾ നിങ്ങളിപ്പം ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു മൾട്ടിപ്പിൾ ടൈംസ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ക്യാൻഡലുകൾ ഇവിടെ സപ്പോർട്ട് എടുത്തായിട്ട് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് ഇവിടെ എടുക്കുമ്പോഴത്തേനും ഇവിടെ നമുക്കിപ്പം ഈ ഒരു ക്യാൻഡല്, ഈ ഒരു റെഡ് ക്യാൻഡലിന് ശേഷം അടുത്ത ക്യാൻഡൽ താഴെയാണോ ഫോം ചെയ്ത് നമുക്ക് അറിയത്തില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ നമുക്ക് താഴെ ആയിരുന്നെങ്കിൽ ഇവിടെ വരുമ്പോഴത്തേക്കും നമുക്ക് ഒരു എൻട്രി എടുക്കാമായിരുന്നു. ഒരു 5 രൂപ അല്ലെങ്കിൽ മാക്സിമം 10 രൂപ SL ഇട്ടുണ്ട്. പക്ഷെ അവിടെ കിട്ടിയില്ല നമുക്ക്. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഈ ഓപ്പർച്യൂണിറ്റി മിസ്സായെങ്കിൽ നിങ്ങൾ അവിടെ ലീവ് ചെയ്യുക, നോക്കിയിരിക്കുക. അതിനുശേഷം നമുക്ക് പിന്നീട് നമുക്ക് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ നമുക്ക് സപ്പോർട്ട് കിട്ടിയത് പിന്നെ ഈ ലെവൽ സപ്പോർട്ട് കിട്ടി. അപ്പൊ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു ലെവൽ സപ്പോർട്ട് കിട്ടിയപ്പോഴത്തെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ മേടിക്കാം. ഇപ്പൊ 91 രൂപയ്ക്ക് നമ്മൾ മേടിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് മാക്സിമം ഒരു 5 രൂപ പോയിന്റ് 5 രൂപ SL ഇട്ട് നമുക്ക് മേടിക്കാൻ പറ്റും. ഇൻ കേസ് അപ്പം ഇവിടെ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആയിരുന്നു മേടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ലോങ് അപ്പർ വിക്കിനെ ബ്രേക്ക് ഔട്ട് ചെയ്യണം. കാരണം വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും നിങ്ങൾ മനസ്സിലാക്കണം, അതായത് എപ്പോഴും പ്രീമിയം ചാർട്ടിൽ ഒരു ക്യാൻഡലിന് ലോങ് അപ്പർ വീക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ വരുമ്പോഴത്തേനും ഒരു റിജക്ഷൻ വരാനുള്ള പോസിബിലിറ്റി വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ട് എക്സാക്ട്ലി അത് തന്നെ ഇവിടെ സംഭവിച്ചു. അതായത് ഈ ഒരു ലെവൽ വന്നപ്പോഴത്തേനും വീണ്ടും ഒരു അപ്പർ വീക്ക് റിജക്ഷൻ വന്നു. അപ്പൊ നമുക്കറിയത്തില്ല വീണ്ടും ഇവിടുന്ന് റിജക്ഷൻ വന്നു കഴിഞ്ഞപ്പോഴത്തേനും വീണ്ടും മാർക്കറ്റ് ഇങ്ങനെ താഴോട്ട് പോകുമെന്ന് നമുക്ക് അറിയത്തില്ല, അല്ലെ? നമുക്കറിയത്തില്ല ഇങ്ങനെ താഴോട്ട് പോകുന്നുള്ളത്. പക്ഷെ ഇവിടെ വന്നപ്പോഴത്തേനും വീണ്ടും, അതായത് മൾട്ടിപ്പിൾ ടൈംസ് 1 മിനിറ്റ് ടൈം ഫ്രെയിമിൽ ഇവിടെ സപ്പോർട്ട് എടുത്തതാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വേണമെങ്കിൽ നമുക്കൊരു കണ്ണ് അടച്ച് നമുക്ക് ഒരു 5 രൂപ മാക്സിമം SL ഇട്ടോ നമുക്ക് എൻട്രി എടുക്കാം. ഇൻ കേസ് നിങ്ങൾക്ക് ഇവിടെ എടുക്കാൻ വിട്ടുപോയി, ഇനി ഇവിടെ എടുക്കാനും നിങ്ങൾക്ക് ധൈര്യം കിട്ടിയില്ല അല്ലെങ്കിൽ വിട്ടുപോയെന്ന് വിചാരിക്കുക, വീണ്ടും നിങ്ങൾ അടുത്ത വെയിറ്റ് ചെയ്യേണ്ടത് വീണ്ടും നമ്മൾ ഒന്നെങ്കിൽ ഈ ഒരു ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്യണം. കാരണം ഈ ഒരു ഇത്രയും ലോങ് അപ്പർ വീക്ക് നമ്മൾ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഉറപ്പിക്കാം, അതായത് ഇതിന്റെ ജേണി അതായത് അപ്വേർഡ്സിലേക്കാണ്. അല്ലെങ്കിൽ മാർക്കറ്റ് ഇന്ന് ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്നത്തെ ഒരു ഹ്യൂജ് ഗ്യാപ് ഡൗൺ ഓപ്പണിങ്ങിന്റെ ഗ്യാപ്പ് ഫില്ല് ചെയ്യാനാണ് മാർക്കറ്റ് പരിശ്രമിക്കുന്നതെന്നുള്ള ഒരു അസംഷൻ നമുക്ക് എത്താൻ പറ്റും. കാരണം വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാം എപ്പോഴും മാർക്കറ്റ് ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നെങ്കിൽ ചിലപ്പോൾ അന്നത്തെ ദിവസം നിന്നും ഗ്യാപ്പ് ഫില്ല് ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ അടുത്ത ദിവസങ്ങളിലെ ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന ഒരു പ്രവണത നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം ഇന്നത്തെ ദിവസം നമുക്കിപ്പം ഈ ഒരു ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡൽ ഹൈ ഇത്രയും ഗ്യാപ് ഡൗണിന് ശേഷം ബ്രേക്ക് ഔട്ട് ചെയ്തപ്പോഴത്തെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും, അല്ലെങ്കിൽ നമ്മളൊരു അസംഷൻ നമ്മൾ ആ ഒരു ധാരണ നമുക്ക് ഉണ്ടായിരിക്കണം. അതായത് ഇന്നിപ്പം ഇത് നിഫ്റ്റിയുടെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോഴത്തെ നമുക്ക് ആ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിനകത്ത് നമുക്ക് എൻട്രി എടുക്കാൻ മിസ്സായിപ്പോയി. പിന്നെ നമുക്ക് അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് ട്രിഗർ ആകുന്നപ്പോഴാണ്, അതായത് ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡൽ ഹൈ ബ്രേക്ക് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ഏകദേശം നമുക്ക് ഒരു 10 അതായത് ഒരു 10 മണി 7 മിനിറ്റ് നമുക്ക് അവിടെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടി. ഇൻ കേസ് ഇപ്പൊ നിങ്ങൾക്ക് ഇവിടെ നിങ്ങൾക്ക് ഒരു എടുക്കാൻ ധൈര്യം കിട്ടിയില്ലെങ്കിൽ പിന്നെ അടുത്ത ഓപ്പർച്യൂണിറ്റി നമുക്ക് 10:34. നമ്മൾ പ്രീമിയം ചാർട്ടിൽ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ 10:34 സമയം ആകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് പ്രീമിയം ചാർട്ടിൽ ഓപ്പൺ 5 മിനിറ്റ് ക്യാൻഡലിന്റെ ഹൈയുടെ ആ ബ്രേക്ക് ഔട്ട് ചെയ്ത ലെവലിൽ കൃത്യം ഇവിടെ വന്നപ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു എൻട്രി എടുക്കാൻ പറ്റും. അതായത് 116 എടുത്താൽ പോലും ഒരു 5 രൂപ എന്ന് പറയുമ്പോഴത്തേനും 111 അത്രയും പോലും നമുക്ക്, അതായത് മാക്സിമം 5 രൂപ SL ഇട്ടുകൊണ്ട് നമുക്ക് ഇവിടെ എൻട്രി എടുത്തിരുന്നെങ്കിൽ നമുക്ക് 189 190 രൂപ വരെ പോയി, അതായത് 115 190 വരെ. അപ്പം നമുക്ക് നല്ലൊരു റിസ്ക് റിവാർഡ് ട്രേഡ് കിട്ടുന്ന ഒരു സെറ്റപ്പ് ആയിരുന്നു ഇത് ഓപ്പണിങ്ങിൽ. പക്ഷെ നമുക്ക് ഈ ഒരു ട്രേഡ് സെറ്റപ്പിനെ പറ്റി നമുക്ക് നല്ലൊരു ധാരണ ഉണ്ടെങ്കിൽ, അതായത് മുൻധാരണ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഓപ്പണിങ്ങിൽ നമുക്ക് കിട്ടുന്ന ഈ അടിപൊളി ഓപ്പർച്യൂണിറ്റി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം ഞാൻ ഇപ്പം നേരത്തെ പറഞ്ഞ പോലെ ഞാൻ ഇന്നലെ ചെയ്ത, അതായത് മാർച്ച് 10-ാം തീയതി ഞാൻ അപ്ലോഡ് ചെയ്തിരിക്കുന്ന ആ ഒരു വീഡിയോ ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ, ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ ആ വീഡിയോയുടെ ലിങ്ക് കൊടുക്കാം. നിങ്ങൾ ആദ്യം ആ വീഡിയോ വിശദമായിട്ട് കാണുക, കണ്ടിട്ടില്ലെങ്കിൽ. അതിനുശേഷം ഈ വീഡിയോ കൂടെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് മനസ്സിലാവും, കുറച്ചും കൂടെ നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടും. അപ്പൊ ഇങ്ങനെ മൾട്ടിപ്പിൾ ടൈംസ് ഈ ഒരു സെയിം സെറ്റപ്പ് ഓപ്പണിംഗിൽ റിപ്പീറ്റ് ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ കുറച്ച് കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് തന്നെ ഒരു കൺവിക്ഷനോട് കൂടി എൻട്രി എടുക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു.